അപ്പൊ വിജുവാട്ടിന് ഇന്നലെ തിരുവനന്തപുരം ട്രിവാൻഡ്രം എന്ന് പറയുമ്പോ അത് ശരിക്കും കിട്ടൂല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തിരുവനന്തപുരം. ഇവർക്ക് അങ്ങനെ മലയാളം പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടില്ല കേട്ടാ. ഇങ്ങനത്തെ വലിയ വാക്ക് പറയാൻ കുറച്ച് പണിയാണ്. അതാണ് എന്ന് പറയാ തിരുവനന്തപുരം അല്ല തിരുവനന്തപുരം ആ ട്രിവാൻഡ്രം. അപ്പൊ അങ്ങനെ പോയിട്ട് വന്നു. വിഴിഞ്ഞം പോർട്ടും ഇതെല്ലാം കാണിച്ചതിനും മെയിൻ ചാനലിനകത്ത് വീഡിയോ ഇട്ടിന്. അപ്പോൾ പറഞ്ഞു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടുള്ള ഇറങ്ങിയ വിശേഷങ്ങളിലും നമ്മൾ സെക്കൻഡ് ചാനൽ ചെറിയ വീഡിയോ ആക്കി ഇടുവന്ന്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള സമയത്ത് ഇവിടെയുള്ള ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്കല്ലേ തീർത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉള്ളത്. കടലിന്റെ കരക്കന്നെ ഇത് ഏതിലോ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. റീൽസ് ആയിട്ട് കുറേ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ കടലേ ഭയങ്കര ആഴമുള്ള കടലാണ്. അത് പോർട്ടിനോട് ചേർന്ന് നടക്കുന്നുണ്ടേ. കല്യാണം എന്തോണ്ട് തോന്നട്ടെ. കാർണിവൽ ചാമ്പ്യൻഷിപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ആഴിമല ടെമ്പിളിന്റെ പാർക്കിംഗ് സ്ഥലത്താണ് നമ്മളുള്ളത്. കടലിങ്ങനെ കാണുന്നുണ്ട്. ഈ കോവളം വരുന്നതപ്പോ അപ്പുറത്തെ ഭാഗത്താണോ? നമ്മളങ്ങനെ അമ്പലത്തിന്റെ അകത്ത് വന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കലല്ലേ കേട്ടാ. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് സമയത്ത് നിന്ന് തിരിച്ചിരുന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. തിരിച്ചിറങ്ങാം, പോവാ. സാരഥി ഹോളിഡേയ്സ്, ഇതാണ് നമ്മളെ ശരത്മാന്റെ ട്രാവൽ. ഇതുവഴി പോകുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ഇവിടെ കയറാം ഏത് നേരത്തും. ഇത് കറക്റ്റ് സ്ഥലം എവിടെ വരുവാ? ഇത് ആയുർവേദ കോളേജ്. ഇതാണ് ആയുർവേദ കോളേജ്. അവിടെ നിന്ന് റോഡാണ്. ശരത്മാന്റെ ഓഫീസിലെത്തിയിട്ടുള്ള സാരഥിന്റെ ഓഫീസ്. ഹായ് 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 ഹായ്. അഞ്ജലി. പിന്നെ മുതലാളി ലാവണ്യ ഉണ്ട്, ഇന്ദിരയുണ്ട്. അവരെല്ലാം മോളിലാണ്. മുതലാളി ലാവണ്യ പറയുമ്പോ മുതലാളി ലാവണ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയായിട്ട് വരും. ആദ്യത്തെ ഭാര്യയാണ് ഇന്ദിര. ചേച്ചി ഇന്ന് വന്നിട്ടില്ല. മോളിലാണ്. മോളിലും കൂടെ ഒരു ഓഫീസ് ഉണ്ട്. മോളിലോട്ട് ബാക്കിന്റെ ഓഫീസ് മോളിലാണ്. ലേഡീസ് മോളിലോട്ട്. സാരഥിന്റെ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ശരത്മാന്റെ കൂടെ നമ്മൾ തായ്ലാൻഡിലെല്ലാം യാത്ര ചെയ്യുന്നു. പക്ഷെ ഇവർ ഓഫീസ് നമ്മള് അന്നേ വിചാരിച്ചു എവിടെയാന്ന്. ശരിക്കും ഇതായാലും പറയില്ല ഒന്നുകൂടി. നമുക്ക് വേറെ ഓഫീസ് ഉണ്ട്. ഇപ്പം കൂടെ മാറി പുതിയ ഓഫീസിലോട്ട് മാറിയ ഓഫീസ്. പിന്നെ മധുരയിൽ ഓഫീസ് ഉണ്ട്. ഇവിടെ മധുരൈ. ആ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ആളുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. ഇവിടുന്ന് നോക്കിയാലിതാ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം കാണാം. തിരുവനന്തപുരത്ത് വന്നിട്ട് അത് കണ്ടില്ല എന്ന് വേണ്ട. അടുത്ത വരികയാണ്. അപ്പൊ നമ്മളങ്ങനെ ശരത്മാന്റെ സാരഥി ഹോളിഡേയ്സിൽ വന്ന് മുകളിലെല്ലാം കയറി. ഇനിയിപ്പോ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ശരത്പുരം എന്ന് പറഞ്ഞാല് സാരഥി ഹോളിഡേയ്സ് നല്ല ട്രാവൽസ് നടത്തുന്നല്ല വൈഫിന്റെ. അപ്പൊ പുള്ളി തന്നെയാണ് ട്രാവൽസിന്റെ കാര്യങ്ങളെല്ലാം യാത്രകളെല്ലാം സംഘടിപ്പിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ നിതീഷ് ആദ്യമായിട്ട് നിതീഷ് കണ്ടത്. നിതീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യുന്നതിന് നമ്മൾ നിതീഷിനെ വിളിച്ചിട്ട് ലക്ഷനെ വിളിച്ചിട്ട് നമ്മളെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കും. അപ്പോൾ നിതീഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിതീഷിന്റെ അടുത്ത് ഞാൻ അധികം അറിയാത്ത കാര്യം ചെയ്യുക. അപ്പോൾ ശരത്പുരം ട്രിപ്പ് പോകാൻ വേണ്ടി ഞാൻ നമ്മളിങ്ങനെ ഒരു വർഷം മുമ്പേ വന്നേ അടി ഇങ്ങനെ അവരുടെ ഫോട്ടോ ID കാർഡ് എല്ലാം മേടിക്കുകയും അതെല്ലാം മേടിച്ചിട്ട് വന്നിട്ട് ഇവരെ കാണിച്ചു കൊടുത്തു ഫോട്ടോ. കുറച്ച് സമയം നോക്കിയിട്ട് പറഞ്ഞേ ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് അത് അപ്രൂവ് ചെയ്തേ. ഓക്കെ അപ്ലോഡ് ചെയ്ത്. അല്ല ആദ്യം നിങ്ങള് പിന്നെ ഇത് നോക്കണം എന്നെല്ലാം പറഞ്ഞപ്പോ ഞാൻ ആളെ ഫോട്ടോ എല്ലാം നോക്കി പിന്നെ ഇവരെ പേജൊക്കെ നോക്കിയായിരുന്നു. എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇവര് ഒരുപാട് ആളെ സെലിബ്രിറ്റീസ് എല്ലാം ഇങ്ങനെ പോയിട്ട് ഒരു പേജിലിട്ടിട്ടുണ്ട്. അന്നേരം നമ്മളങ്ങനെ പരിചയമില്ലല്ലോ. അപ്പൊ ഇവരെ വീഡിയോ കോളിൽ നിങ്ങൾ കാണിച്ചു തന്നു. ഇപ്പൊ നല്ലൊരു പരിചയമായിരുന്നത്. നല്ല ബന്ധമായി. അപ്പോ അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കുട്ടനാട് ആളുടെ ഇവിടെ കുറെ പേരുണ്ട്. നമ്മൾ എന്നാലും പെട്ടെന്ന് നമ്മൾ വേഗം വിളിച്ചെത്തുന്നു അല്ലെ. ഭയങ്കര സന്തോഷം സമാധാനം. കൂടെ തന്നെ നിന്ന് നമ്മളെല്ലാം രാവിലെ ഇന്നലെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വരുന്നു പറഞ്ഞ കൂട്ടാൻ വന്നിട്ട് എല്ലാം നമ്മളെ കൂടെ നിന്നു. തിരിച്ചു പോകാൻ നോക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ കുറേ വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വന്നേരം എൻ്റെ ഓർമ്മയിലുള്ള ഒരു ചിത്രമാണ് ഇത്. കോഫി ഹൗസ് ഓക്കെ. ഇത് അന്ന് വന്നേരം ഞാൻ ഇടാ നമ്മള് അരലപ്പുറം വന്ന യാത്ര വന്നേ ഇടയ്ക്ക് ആയിട്ട് ചായ പിടിച്ചിന് റൗണ്ടായിട്ട്. ഇത് ബേക്കിൽ ബസ് സ്റ്റാൻഡ് കാണില്ലേ ഇവിടെ ബസ് സ്റ്റാൻഡ്. ആ അതെ തന്നെ. ഹായ് ഹായ്
ആദിച്ചേട്ടൻ പറഞ്ഞേ ഓക്കെ. പഴവങ്ങാടി കിഴക്കേക്കോട്ട പഴവങ്ങാടി ക്ഷേത്രം. ഇത് ഇപ്പോഴും ആർമിക്കാരാണ് ഇതിന്റെ കൺട്രോളൊക്കെ ചെയ്യുന്നത്. ആർമി ഉണ്ടല്ലോ, ആർമിയുടെ ക്ഷേത്രമാണ്. ആർമിയുടെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ആർമിക്കാരാണ് ഇത് ഫുള്ള് നോക്കുന്നത്. കുറേ വർഷം മുമ്പാണ് നമ്മൾ വന്നത്. കുളം കുളം. ഇതാണ് തകരപ്പറമ്പ്. തകരപ്പറമ്പിലാണ് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലം. നമ്മളെ ശരത് ബ്രോ എൻ്റെ വീട്ടിലെത്തിയിരിക്കുമെന്ന്. ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ വന്നു. ശരത് ബ്രോ കുളിച്ച് മാറ്റി, നിതീഷ് കുളിക്കാണ്ട് എടുക്കുന്നുണ്ട്. ഞാനും കുളിക്കാണ്ടുള്ളത് അല്ലെങ്കിൽ മോന് വിഷമാവും. അപ്പോൾ നമുക്ക് ശരത് ബ്രോൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇത് എൻ്റെ ഭാര്യ ലാവണ്യ. ലാവണ്യ ഹായ്. ഇതെന്റെ മോള് നിയ. നിയ ഹായ്. ഹായ്. ഇതെന്റെ അയൽവാസി ഹായ്. മീനു ശരിക്കും പേര് ആതിര. വീട്ടിൽ മീനൊന്നുകൂടി നല്ല പേര്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ കേട്ടോ. നമ്മളിവിടെ വന്നതായിട്ട് വന്നതാണ് ഇവര്. സന്തോഷം. ഇവരോട് ചോദിച്ചെന്ന് പറയാം. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മളെ റൂം പരിപാടി എല്ലാം മുകളിലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ഒരാളെയും കൂടി പരിചയപ്പെടാനുണ്ട്. ഒരാളെ കിടന്നിട്ടുണ്ട്. വന്നേരം മുതൽ ഇങ്ങനെ നോക്കുന്ന കേട്ടോ നമ്മളെ. തൊട്ടേക്കല്ലേ കടിച്ചിട്ടുണ്ടോ. ശരിക്കും ഇത് ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒറിജിനൽ അല്ല, ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. കുറേ സമയം വെച്ചിട്ട് നല്ലുണ്ട് നല്ലുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡി ആയിട്ടില്ല. മോള് കഴിച്ചെന്ന് പറഞ്ഞല്ലേ. അവിടെ ഇരിക്കുന്നത് കേട്ടോ. കഴിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും നമ്മളെ കഴിച്ച് പരീക്ഷിച്ചിട്ട് കഴിക്കുന്നില്ല നിൽക്കുന്നത്. അപ്പോൾ പാൽക്കപ്പയാനാക്കിന്ന് പറഞ്ഞേ. പാൽക്കപ്പ നമ്മൾ കഴിച്ചില്ല. അതിശയിലുള്ള കഴിച്ചില്ല. ഇല്ല, ആദ്യമായിട്ടാണ് കേട്ടാ. കാണുമ്പോൾ തന്നെ നല്ലുണ്ട്. ചിക്കൻ ഉണ്ട്. ഇതെന്താ ചിക്കൻ ഫ്രൈ. നെയ്യുണ്ട്. ഇതോ നൂൽപ്പുട്ട്. നൂൽപ്പുട്ടുണ്ട്. ഇടിയപ്പം. അപ്പോൾ നമുക്ക് എന്നാൽ കഴിക്കാനാ. വാ ഇരിപ്പങ്ങളി. അന്നപ്പോലെ ഉണ്ട്. പോരാ പോരാ, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചാൽ ഓടിയതാ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുലർച്ചെ സമയത്തിനായി ഇപ്പോൾ 4 മണിയല്ലേ. സമയം വരെ നോക്കിയില്ല കേട്ടോ. രാവിലെ എണീച്ചിട്ടുള്ളൂ നമ്മൾ പോകുന്നത്. അപ്പോൾ വീണ്ടും വരാം. കവിയും എല്ലാവരും കൊണ്ടുവരണം. തീർച്ചയായും തീർച്ചയായും. ഓക്കെ. മോളോട് പറഞ്ഞ അച്ഛനോട്. ബ്രോ ഞാനും കൊണ്ട് നടക്കുമെന്ന്. സമയത്തിനായി ഇപ്പോൾ കറക്റ്റ് 4:30. 3:59. നിതീഷ വണ്ടിക്കരികളും പോവാ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോയിട്ട് വരും. അടുത്ത ട്രിപ്പ് കാണാം. ഓക്കെ. തായ്ലാൻഡിന് യാത്ര ചെയ്യുമ്പോൾ മീനാകാട്ടി സങ്കടമായിരുന്നു. ഒരു ദിവസം അങ്ങനെ അവരുടെ വീട്ടിലെല്ലാം പോയി ഇന്ന് നമ്മൾ നല്ല അടിപൊളിയല്ലേ താമസിച്ചിട്ട് അങ്ങനെ മടങ്ങുമെന്ന്. ഇനി അടുത്ത പ്രാവശ്യം അങ്ങോട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഉറപ്പാക്കാം. എയർ ഇന്ത്യൻ്റെ ടിക്കറ്റും കൊണ്ട് ഇവിടെ ഗേറ്റ് നമ്പർ 2 എത്തിയിട്ടുണ്ട്. 6 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിക്കാണ് നാട്ടിലെത്തേണ്ടത്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്നത് ഇൻഡിഗോക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് പോയി വരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് യാത്ര ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് മുന്നിൽ നിന്നിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരും. എന്തെങ്കിലും അപകടകരമായ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, വെള്ളത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെയൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് മുന്നിൽ നിന്ന്. പക്ഷേ ഇപ്രാവശ്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എമർജൻസി എക്സിസ്റ്റ് ഡോറിൻ്റെ അടിക്കാനുള്ള ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് അവർ വന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അറിവിലേക്കായിട്ട് ഞാനതൊന്ന് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ കാണിക്കാം. എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അപ്പോൾ നമ്മളേകദേശം നടുഭാഗത്താണുള്ളത്. പുറകിലോട്ടേക്കും ഇവിടെ 2 ആ സൈഡിൽ 2 എമർജൻസി, ഈ സൈഡിലും 2 എമർജൻസി എക്സിസ്റ്റ് ഡോറുകളാണുള്ളത്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു കവറ് ഇങ്ങോട്ടേക്ക് ബാറിൽ വലിക്കണമെന്നോ അതിന് ശേഷം ഈ ബാറ് താഴോട്ടേക്ക് ബാറിൽ വലിക്കുന്ന സമയത്ത് ഈ ഡോറ് അങ്ങോട്ട് തുറന്നങ്ങ് പോകും. അപ്പോൾ അത് ചിറകിലേക്കാണ് ഉള്ളത്. ചിറക് വഴി ഇറങ്ങിയിട്ട് നമുക്ക് എമർജൻസിയുടെ സമയത്ത് മാത്രമേ ഇത് വലിക്കാൻ പാടുള്ളൂ. ഇവർ എവാക്യുവേറ്റ് എന്ന് പറയും. അന്നേരം മാത്രമേ നമ്മളെ ഇഷ്ടത്തിന് പിടിച്ച് വലിച്ച് ഓപ്പൺ ആക്കാൻ പറ്റൂല. അവരവിടുന്ന് നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. 2 കേട്ടോ എവിടെയുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ യാത്രക്കാരും
എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങളെല്ലായിട്ടാണ് യാത്ര ചെയ്യുന്നവരാണ്. സേഫായിട്ട് യാത്രകൾ നടക്കട്ടെ, എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ, സമാധാനത്തിലിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. നമ്മളിങ്ങനെ ഇടയധികം എമർജൻസി എക്സിൻ്റെ ഈ ഗവൺമെൻറ് അധികം ഇരുന്നിട്ടില്ല. പിന്നെ ഇവിടെ സീറ്റ് കിട്ടി. അപ്പോൾ ഇരുന്നപ്പോഴാണ് അവരിത് പറഞ്ഞിരുന്ന കണ്ടത്. നമ്മളത് അറിഞ്ഞപ്പോൾ നമ്മളതൊന്ന് കാണിച്ചാണ്. അതാണ് നമ്മളത് പുതുതായിട്ട് ആദ്യമായിട്ട് അറിയുന്നത്. ഇതിങ്ങനെ ഡോറുണ്ട് എന്നല്ലാണ്ട് നമ്മൾ ഇടിങ്ങനെ നമ്മൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇവർ പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇന്ന് യാത്രക്കാർ കുറച്ച് കുറവാണ്, ഒരു 40 പേരങ്ങനെയാണ് ഇന്നുള്ളതല്ലേ. അങ്ങനെയാണ് ഫ്ലൈറ്റ് പുറപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി ഇറങ്ങി. അങ്ങനെ വിജുവാട്ടിന്റെ വീട്ടിലെത്തി. ഇന്നലെ രാവിലെ പൊളിച്ചൊക്കെ പോയതാന്ന്. ഇന്ന് രാവിലെ പൊളിച്ചൊക്കെ എത്തി. അച്ഛനെ കാണാൻ വേണ്ടിട്ടതാ പനി വരുന്നേ. അങ്ങനെ ആ വീട്ടിലെത്തി കേട്ടാ. എത്തി സ്കൂളിൽ പോകാൻ നോക്കുമെന്ന് അപ്പോഴേക്കും എത്തിയത്. എന്നാ പോയിട്ട് വാ.